ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല ഗായ്സ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ തോട്ടൊന്നും ഓക്കെ അല്ലായിരുന്നു, സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷമിക്കണം കേട്ടോ, മെസ്സേജിന് റിപ്ലൈ തരാനായിട്ട് വൈകിയതിന്. അപ്പോഴാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേഴ്സായിട്ട് യു എയിൽ വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം യു എയിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബർ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് ആണോ അല്ല ടോട്ടൽ 2 ഇയർ എക്സ്പീരിയൻസ് മതിയോ, വിത്ത് ഓർ വിത്തൗട്ട് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞാലല്ലേ നമ്മൾ എവിടെയെങ്കിലും എടുക്കുള്ളൂ സ്റ്റാഫായിട്ട്. അല്ലാണ്ട് വിത്തൗട്ട് രജിസ്ട്രേഷനിൽ എനിക്കറിയില്ല അങ്ങനെ സ്റ്റാഫായിട്ട് എടുക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആയിട്ട് ഒരു നേഴ്സ് ആയതിനു ശേഷം ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്താലും നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് എലിജിബിലിറ്റി ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വൺസ് നിങ്ങൾക്ക് എക്സാം എഴുതിയാലും എലിജിബിലിറ്റിക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം വേണം. അതിന് നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് DHO DOH ഹാർഡോ അല്ലെങ്കിൽ MOH ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. സാലറി ആണെങ്കിലും ചാൻസ് ആണെങ്കിലും എല്ലാം കൂടുതലുള്ളത് ഏതെങ്കിലും ഒരു പ്രോമെട്രിക് എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് ചാൻസ് കൂടുതലുള്ളൂ. വിത്തൗട്ട് ലൈസൻസിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ അല്ല മുന്നത്തെ ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കേട്ടോ, വിത്ത് ലൈസൻസും വേണം. അപ്പോൾ ഇതാണ് ആ സബ്സ്ക്രൈബർ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം, ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.